നമസ്കാരം. ധർമ്മസ്ഥല വിഷയം 2 മാസം കൊണ്ട് തന്നെ അവസാനിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് മനാഫിനെ ഇപ്പോൾ കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. നാളെ ഹാജരാകണമെന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞിരിക്കുന്നത്. പ്രശ്നം വലിയ രീതിയിൽ വഷളാകുമെന്നും താൻ കുടുങ്ങുമെന്നും മനസ്സിലായതോടെയാണ് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടക്കുകയാണ് മനാഫ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് BJP ഒക്കെ കൂട്ടുപിടിച്ച് ഒരു തടി തപ്പാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിലും BJP മനാഫിന്റെ ഒരു കാര്യവും ഇപ്പോൾ കേൾക്കുന്നില്ല. അതായത് മനാഫ് കുറ്റക്കാരനാണ് എന്ന് BJPക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവർ നേരായ രീതിയിൽ കൂടിയാണ് BJP ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ സത്യം എന്താണ്, അത് ധർമ്മസ്ഥലിനെ തകർക്കാൻ ആരൊക്കെ കൂട്ടുനിന്നുവെന്ന കാര്യങ്ങൾ എന്ന സത്യങ്ങൾ BJPക്ക് പുറത്തു കൊണ്ടുവരണം എന്ന അവർക്ക് താല്പര്യമുണ്ട്. ആ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ BJP തന്നെ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. നിലവിൽ ധർമ്മസ്ഥല വിഷയത്തിൽ അന്വേഷണം ശക്തമാകുകയും സുജാത ഭട്ടിനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് അരണ്യ ഭട്ട് എന്റെ മകളല്ല എന്ന ഞെട്ടിക്കുന്ന സത്യം പുറത്തായത്. ഇതെല്ലാം ഒരു തിരക്കഥയാണെന്ന് അതോടെ സുജാത ഭട്ട് അന്വേഷണ സംഘത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തത്. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ സുജാത ഭട്ട് ഇപ്പോഴും ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അതായത് മണിക്കൂറുകളായി ഓരോ ദിവസം കഴിയുന്തോറും സുജാത ഭട്ടിനെ അന്വേഷണ സംഘം ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇതിൽ തുടക്കം മുതൽ തന്നെ കേരളത്തിലെ വേരുകൾ ധർമ്മസ്ഥല വിഷയത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് വസ്തുത. കാരണം കർണാടക മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഈ വാർത്ത മലയാള മാധ്യമങ്ങൾ ഏറെക്കുറെ പ്രാധാന്യം നൽകി ഏറെ ഉത്സാഹത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ചേതോവികാരം എന്താണെന്നൊരു സംശയം തുടക്കം മുതൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ മനാഫിനെയാണ് വിളിപ്പിച്ചതെങ്കിൽ അടുത്ത ഘട്ടം മലയാള മാധ്യമങ്ങളിലെ തലപ്പത്തിരിക്കുന്ന എഡിറ്റർമാരെയായിരിക്കും, അതായത് ചീഫ് എഡിറ്റർമാരെയായിരിക്കും ഇനി കർണാടകയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിക്കാൻ പോകുന്നത്. ധർമ്മസ്ഥലയിലെ സംഭവത്തിൽ സംഘപരിവാർ പറയുന്നത് ഒരു കേരള MPയുടെ പങ്ക് ഉണ്ട് എന്നാണ്. അങ്ങനെയാണ് സംഘപരിവാർ ഹാൻഡിലുകൾ, കർണാടകയിലുള്ള സംഘപരിവാർ ഹാൻഡിലുകളും അതോടൊപ്പം തന്നെ RSSന്റെ ഓർഗനൈസറും അടക്കം പറയുന്നതും ഒരു കേരള MPയുടെ പങ്ക് ഉണ്ടെന്നാണ്. ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ കുറിച്ച് നിരവധി വീഡിയോകൾ മനാഫ് യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു. വ്യാജ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നേരിടുന്ന ജയന്തിനൊപ്പമാണ് മനാഫ് വീഡിയോകൾ പങ്കുവച്ചത്. നാളെ മനാഫ് എത്തിയില്ലെങ്കിൽ അന്വേഷണ സംഘം കേരളത്തിലെത്തി മനാഫിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ആലോചനയും ഉയരുന്നുണ്ട്. കൂടാതെ മൊബൈൽ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹാജരാക്കാനും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരിക്കാത്ത പക്ഷം ക്രിമിനൽ നടപടികളിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഓണത്തിന്റെ പേര് പറഞ്ഞ് മനാഫ് ചോദ്യം ചെയ്യലിൽ നിന്നും ഹാജരായില്ല. ഇതോടെയാണ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യാൻ ഇവിടെ ഹാജരാകണമെന്ന് SIT മനാഫിന് ഒരു നോട്ടീസ് തിരിച്ചയച്ചത്. അതിനിടെ ഒരു നാടകം മനാഫ് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്നുണ്ട്, തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ഞാൻ ഏത് സമയം വേണമെങ്കിലും കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മനാഫ് പോലീസിനെ, അതായത് പോലീസ് കമ്മീഷണർ അടുത്തേക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു മനുഷ്യൻ പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലീസ് ഉദ്യോഗസ്ഥർ അത് കൊടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ മനാഫിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സെക്യൂരിറ്റിയും പോലീസ് ഏർപ്പാടാക്കുന്നുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണത്തിലായിരിക്കും മനാഫ് നാളെ കർണാടകയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ അവരുടെ ചോദ്യങ്ങൾ അവരുടെ മുന്നിൽ ഹാജരാകാനും അവരുടെ ചോദ്യങ്ങൾ നേരിടാനും പോകുന്നത്. ധർമ്മസ്ഥലയിൽ ഒരുപാട് ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് മനാഫ് ആവർത്തിച്ചു പറയുകയാണ്. ധർമ്മസ്ഥലയിൽ വ്യാജ പ്രചാരണ കേസിൽ ശക്തമായ പ്രചാരണമാണ് BJP നടത്തിയത്. ഇതോടെ ഭരണകക്ഷിയായ കോൺഗ്രസും പ്ലേറ്റ് മാറ്റി നേരെ BJPയുടെ ആ ഒരു ട്രാക്കിലേക്ക് അവരുമെത്തി. ധർമാധികാരി വീരേന്ദ്ര ഹെഡ്ഗെയ്ക്ക് പിന്തുണ അറിയിക്കാൻ ധർമ്മസ്ഥല സന്ദർശിച്ച BJP JDS നേതാക്കൾക്ക് വൻ ജനപിന്തുണയാണ് ഇതോടെ ലഭിച്ചത്. ഇതുകൂടാതെ BJP ധർമ്മസ്ഥല ചലോ യാത്രയും നടത്തിയിരുന്നു. ഇതുകൂടാതെ നിഖിൽ കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ JDS സത്യയാത്രയും നടത്തി. പ്രതിപക്ഷ കക്ഷികൾക്ക് ഇതിലൂടെ ജനപിന്തുണ ലഭിക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് തിരിച്ചടിക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടത്. കേസിൽ SIT രൂപീകരിച്ചതിന് ശേഷം ധർമ്മസ്ഥല സന്ദർശിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നിരുന്നു. ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ ധർമ്മസ്ഥലത്തെ പിന്തുണ അറിയിക്കുകയാണ്. അതിനിടെ ധർമ്മസ്ഥല വ്യാജ പ്രചാരണ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മതനേതാക്കൾ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കണ്ടിരുന്നു. സനാതൻ സദ്നിയോഗിന്റെ നേതൃത്വത്തിൽ കർണാടകയിലെ വിവിധ ആശ്രമങ്ങളിലെ മഠാധിപതികളാണ് ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ധർമ്മസ്ഥല കേസ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ കേരളത്തിൽ നിന്നുള്ള ഒരു CPI MPയും സംശയത്തിന്റെ നിഴലിലാണ് എന്ന് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ റിപ്പോർട്ടിലാണ് പരാമർശമുള്ളത്. എന്നാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.